എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബാജ്ര ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചെറുധാന്യങ്ങൾ പൊതുവെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് ബാജ്ര, കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ, വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ തിരുമ്മി കഴുകണം. കാരണം ഇതിലൊരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിർത്താനായിട്ട് വെക്കാം. നല്ല വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂർ നേരെയെങ്കിലും കുതിർത്താനായിട്ട് വെക്കണം. പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് ബാജ്രയ്ക്ക് 1/2 ഗ്ലാസ് ഉഴുന്നും നല്ലപോലെ കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ബാജ്ര നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് അരയ്ക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. അതുപോലെ തന്നെ അരയ്ക്കുമ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സ് ഇടുകയാണെങ്കിൽ ചൂടാവാണ്ടിരിക്കും. ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ മിക്സി ജാറിൽ തന്നെ നമുക്ക് ബാജ്ര അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഉഴുന്നരച്ചതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വയ്ക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് മാവ് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 8 മണിക്കൂർ നേരെയെങ്കിലും വേണ്ടി വരും മാവ് പൊങ്ങി വരാനായിട്ട്. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.